കെഫി, അപ്പോൾ നിനക്ക് എന്നെ ഇഷ്ടമല്ല അല്ലേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയല്ലേ ചേച്ചി. ഞാൻ എന്റെ വിദ്യേച്ചിക്ക് വേണ്ടി ഒരു പാട്ട് പാടി കൊടുക്കട്ടെ പിക്കാച്ചോ? ചേച്ചി ഇപ്പോൾ നിന്നെ ഇഷ്ടമല്ല അല്ലേ? അതെന്താ അങ്ങനെ? ഇന്ന് ഇവിടെ പിക്കാച്ചോ, പിക്കാച്ചോയ്, ഓ ഞാൻ എന്റെ വിദ്യേച്ചിക്ക് വേണ്ടിട്ട് ഒരു പാട്ട് പാടി കൊടുക്കട്ടെ? പാടിക്കോ. പ്രഗ്നൻസി ടൈമിൽ ഞാൻ ലൈവ് ചെയ്തായിരുന്നു. നാണല്ലേ അവൻ പൊളിക്ക് വയറിൽ കിടക്കുമ്പോ തന്നെ ഇക്ക പറയുന്നതെന്ന് പറഞ്ഞാൽ അതൊരു പാടിക്കോ. വിദ്യക്ക് വേണ്ടിയിട്ടുള്ള പാട്ട് പാടിക്കോളൂ. എന്നും നിന്നെയോർക്കാനായുള്ളിലെങ്ങോ പിറന്നൊരു വരിയും എന്നീ മഞ്ഞിൽ വീണു പൊൻവെയിലിൽ മിന്നി കിനാവായി കവിതേ പ്രണയമെന്നൊരു പുലരൊളിയാൻ ഇലവിരിഞ്ഞ തരുവിരകളുമായി അരിഞ്ഞു പാടുന്നു വെറുതെ കേൾക്കുവാൻ പതിയെ മൂളുവാൻ ചേരാ മോഹമാ ചേരാ മോഹമാ എന്നും നിന്നെയോർക്കാനായുള്ളിലെങ്ങോ പിറന്നൊരു വരിയോ എന്നീ മഞ്ഞിൽ വീണും പൊൻവെയിലിൽ കിനാവാൻ കവിതേ. അത്ര അറിയൂട്ടോ, അത് ജസ്റ്റ് ഒന്ന് പാടിയെന്നുള്ളൂ. സൂപ്പർ. എന്താ നിമ്മി പറയുന്ന കേട്ടോ. അവള് അവനെ ഗർഭിണിയായിരുന്നപ്പോ തന്നെ ലൈവ് ഇടുമായിരുന്നു. അതുകൊണ്ട് അവന് നന്നായിട്ട് അറിയാവുന്ന കൊച്ചിന് പാട്ട് പാടി കുട്ടിച്ചാത്തൻ മാലാക ലൈക്ക് എടുത്തു. ഞാനാണ് മാലാക ലൈക്ക് എടുക്കുകയാണെങ്കിൽ എടുക്കട്ടെ. നെവർ അടിപൊളി, മൈൻഡ്. സൂപ്പർ, താങ്ക് യു. ഇഷ്ടമുള്ളവർ ലൈക്ക് തരും, ഇഷ്ടമില്ലാത്തവർ തന്നിട്ട് എടുത്തോണ്ട് പോകും. കൂട്ട് വേണം, ലൈക്ക് തന്നിട്ട് എടുത്തോണ്ട് പോവുകയും ചെയ്യും. കൊള്ളാമല്ലോ മാലാക. ഞാൻ വന്നു. മാലാക എന്തിനാണ് എനിക്കിപ്പോ അറിയണം. എന്റെ ലൈക്ക് എടുത്തോ ഇല്ലയോ? നമുക്കൊന്നും ഇല്ലേ പാട്ട്? പറഞ്ഞോളൂ കേസി. വിദ്യേച്ചി എന്റെ പാട്ട് കേട്ടിട്ട് ഓടി. നമുക്കൊന്നും ഇല്ലേ പാട്ടെന്ന് ഫാത്തി ചോദിക്കുന്നുണ്ട്. വിദ്യ താങ്ക് യു വരുന്നുണ്ട്. മാലാക ഹായ് ഞാൻ വന്നു എന്ന് പറയുന്നുണ്ട്. ഫാത്തി സൂപ്പർ എന്ന് പറയുന്നുണ്ട്. ഇക്ക നിങ്ങൾക്ക് വേണ്ടി അല്ല പാട്ട്, എനിക്ക് വേണ്ടിയാണ് വിദ്യ പറയുന്നുണ്ട്. അവിടെയും കുശുമ്പ്. വിദ്യ ഞാൻ ലവ് തന്നു എന്ന് പറയുന്നുണ്ട്. ഞാൻ ലവ് തന്നു എന്ന് വിദ്യ പറയുന്നുണ്ട് കേട്ടോ. താഴെക്കട പറക്കുന്ന ഫാത്തി എല്ലാവർക്കും വേണ്ടിട്ട് പാടിത്തരാം. മാലാക പറന്നു പോയോ? പിന്നെ മാലാക നീ ഇവിടെ മാലാക ഇടയ്ക്ക് പറന്നു പോകുന്നുണ്ട് കേട്ടോ. മാലാക തിരക്കാണെങ്കിൽ പറഞ്ഞിട്ട് പോട്ടോ മാലാക. അതാണ്, തിരക്കെന്തെങ്കിലും ആണെങ്കിൽ പറഞ്ഞിട്ട് പോയാൽ നമുക്ക് അറിയാലോ. മാലാക തിരക്കിൽ പോയതാണെങ്കിൽ അറിയാലോ അല്ലേ? അവിടെയും പോയോന്ന് ചോദിച്ചു. ചത്ത ഹായോ? ചത്തയോ? ചാത്തൻ. ഫാത്തി പറഞ്ഞ സ്ഥിതിക്ക് ഫാത്തിക്ക് വേണ്ടിട്ട് പാട്ട് പാടിയുണ്ട്. അത് സാരമില്ല മാലാക ഒന്ന് പറഞ്ഞിട്ട് പോണം. വേറൊന്നും അല്ല, തിരക്കാണ് പോവാന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. നമ്മള് വിചാരിക്കും ഇവിടെ ഉണ്ട്, പോയോ പോയില്ലയോ എന്ന് അറിയത്തില്ല എന്ന് നിൽക്കും. വേറൊന്നും അല്ല കേട്ടോ. ഫാത്തി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് കുട്ടിച്ചാത്തൻ. ഫാത്തി എന്ന് പറഞ്ഞ് ഫാത്തി ചിരിക്കുന്നുണ്ട്. ഓം ഗ്രീം കുട്ടിച്ചാത്ത എന്ന് പറയണ്ടേ നിമ്മി. മാലാകയെ ഞാൻ കണ്ടു വേറെ ലൈവ് ആണോ? മാലാക പറഞ്ഞിട്ട് പോയാൽ മതി, കുഴപ്പമില്ല. അത് തന്നെ ഒന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. എല്ലാ കേസി ഒന്ന് പോവാണ്, തിരക്കാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ അന്വേഷിക്കുകയല്ലേ എപ്പോഴും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓർക്കും അയ്യോ മാലാക വന്നിട്ട് പോയല്ലോ എന്ന്. സത്യമായിട്ട് ഞാൻ വേറെ ലൈവിൽ പോയിട്ടില്ല. എനിക്ക് കുറച്ച് തിരക്കുണ്ട്, അത് കാരണമാണ് എന്ന് പറയുന്നുണ്ട് മാലാക. കുഴപ്പമില്ല ഡി, ഞാൻ ഇപ്പോൾ വരാം, ഓടിയിട്ട് വരാം. എങ്ങോട്ട് ഓടാൻ പോന്നു ഈ സമയത്ത് നീ? മാലാക എനിക്ക് ഫോൺ മാത്രം അല്ല എനിക്ക് മുകളിൽ ഒരു പാട്ട്